മലയാള സിനിമയിൽ ഒരു കാലത്ത് ട്രെൻഡ് സെറ്ററായ സിനിമയാണ് വൈശാലി. മഹാഭാരതം കഥയെ ആസ്പദമാക്കി എം.ടി. വാസുദേവൻ നായർ എഴുതിയ വൈശാലി ഒരു ദേവദാസി പുത്രിയുടെ കഥയാണ് വൈശാലി പറഞ്ഞത്. വൈശാലി എന്ന ദേവദാസി പുത്രി തൻ്റെ നാടിന് വേണ്ടി, തൻ്റെ നാടിൻ്റെ മഴയ്ക്ക് വേണ്ടി ഒരു ബ്രഹ്മചാരിയായ മഹർഷിയെ തേടിപ്പോകുന്നതും ആ മഹർഷിയെ പ്രാപിക്കുന്നതും ആ മഹർഷിയെ നാട്ടിലേക്ക് കൊണ്ടുവന്ന് മഴ പെയ്യ്ക്കുന്നതും ഒടുവിൽ നാട്ടുകാർ വൈശാലിയെ മറന്നു പോകുന്നതും ആൾക്കൂട്ടത്തിൻ്റെ ആഹ്ലാദാരവത്തിനിടയിൽ വൈശാലി ചവിട്ടി അരയ്ക്കപ്പെട്ട് കൊല്ലപ്പെടുന്നതുമായ മനോഹരമായ ഇതിവൃത്തം മഹാഭാരത കഥയിൽ നിന്ന് എം.ടി. കണ്ടെടുത്ത ഇതിവൃത്തം. ആ ഇതിവൃത്തം ഭരതൻ ചലച്ചിത്ര കാവ്യമാക്കി മാറ്റിയപ്പോൾ അത് ചരിത്ര വിജയമായി മാറി. വൈശാലിയിൽ പുതുമുഖ നടീനടന്മാരാണ് അഭിനയിച്ചത്. സുപർണ ആനന്ദും സഞ്ജയ് മിത്രയും. വല്ലാത്തൊരു ധൈര്യമാണ് ഭരതൻ കാട്ടിയത്. സുപർണ ആനന്ദ് അക്കാലത്ത് ചില ബോളിവുഡ് ചിത്രങ്ങളിൽ, ചില ബോളിവുഡ് ബി ഗ്രേഡ് ചിത്രങ്ങളിൽ ഒക്കെ അഭിനയിച്ചിരുന്നു. അങ്ങനെ അഭിനയിച്ച് ശ്രദ്ധ നേടിയ നടിയായിരുന്നു സുപർണ ആനന്ദ്. സുപർണ ആനന്ദിനെ ഒരു പുതുമുഖമാക്കി വൈശാലിയിൽ ഭരതൻ അവതരിപ്പിച്ചു. സുപർണ ആനന്ദിൻ്റെ ശരീരവടിവ് അക്കാലത്ത് വലിയ തരംഗമായി മാറി. വൈശാലി പുറത്തിറങ്ങിയപ്പോൾ സുപർണയുടെ പൊക്കിൾച്ചീഴി കാണാൻ വേണ്ടി വയസ്സന്മാർ പോലും വൈശാലി കണ്ടു എന്നതാണ് യാഥാർത്ഥ്യം. അത്ര ആകർഷകമായ പൊക്കിൾച്ചൂഴി സുപർണയ്ക്ക് ഉണ്ടായിരുന്നു. വൈശാലിയിൽ സഞ്ജയ് മിത്രയും സുപർണയും ഇഴുകിച്ചേർന്ന് അഭിനയിക്കുന്ന, അല്ലെങ്കിൽ തമ്മിൽ രതി കേളുകളാടുന്ന ഒരുപാട് രംഗങ്ങളുണ്ട്. അതൊക്കെ കലാപരമായി തന്നെ ഭരതൻ ചിത്രീകരിച്ചു. ഭരതനെ സംബന്ധിച്ചിടത്തോളം അപരിചിതരായ സഞ്ജയ് മിത്രയും സുപർണയും എങ്ങനെ ഇഴുകിച്ചേർന്ന് അഭിനയിക്കും എന്നുള്ളത് ഒരു വെല്ലുവിളിയായിരുന്നു. കാരണം അവരുടെ രതിരംഗങ്ങളാണ് വൈശാലിയുടെ ഹൈലൈറ്റ്. രതിരംഗങ്ങൾ ചിത്രീകരിക്കാൻ ഭരതൻ മിടുക്കനുമാണ്. അതുകൊണ്ട് തന്നെ സഞ്ജയ് മിത്രയെയും സുപർണയെയും സെറ്റിൽ അഴിച്ചുവിട്ടു ഭരതൻ. ഇരുവരും തമ്മിൽ ആ സെറ്റിൽ വെച്ച് പ്രണയത്തിലാവുക മാത്രമല്ല, ഇരുവരും പ്രണയ ലീലകൾ ആടി. ഭരതൻ കണ്ണടച്ചു കൊടുത്തു. ഇരുവരും തമ്മിലുള്ള പ്രണയം ഭരതന് വലിയൊരു നേട്ടമായി മാറി. ഇഴുകിച്ചേർന്ന രംഗങ്ങൾ, ലിപ് ലോക്ക് രംഗങ്ങൾ അടക്കമുള്ള ഇഴുകിച്ചേർന്ന രംഗങ്ങൾ ഇരുവരും തകർത്തു തന്നെ വൈശാലിയിൽ അഭിനയിച്ചു. വൈശാലിയായി സുപർണ ആനന്ദ് തകർത്ത സിനിമ. പടം സൂപ്പർ ഹിറ്റ്. സുപർണ ആനന്ദ് അതോടെ തരംഗമായി മാറുമെന്ന് വിശ്വസിച്ചു, അല്ലെങ്കിൽ എഴുതി ചലച്ചിത്ര നിരൂപകർ. പക്ഷേ ഹിന്ദിക്കാരിയായ സുപർണ ആനന്ദിന് മലയാളം വഴങ്ങില്ലായിരുന്നു. പിന്നീട് അവർ കുറച്ച് ചിത്രങ്ങളിൽ അഭിനയിച്ചു. ഉത്തരം, നഗരങ്ങളിൽ ചെന്ന് രാപ്പാർക്കാം, ഞാൻ ഗന്ധർവൻ തുടങ്ങിയ ചിത്രങ്ങളിൽ. പത്മരാജൻ കഥയും തിരക്കഥയും എഴുതി സംവിധാനം ചെയ്ത ഞാൻ ഗന്ധർവൻ സുപർണ ആനന്ദ് കയ്യും മെയ്യും മറന്ന് അഭിനയിച്ച ചിത്രമായിരുന്നു. അതിൽ നായകനായ നിതീഷ് ഭരദ്വാജും ഗന്ധർവ വേഷത്തിലെത്തിയ നിതീഷ് ഭരദ്വാജും സുപർണയും തമ്മിലുള്ള ഭോഗരംഗങ്ങൾ കൊണ്ട് സമൃദ്ധമായിരുന്നു. പക്ഷേ ആ ചിത്രം പരാജയപ്പെട്ടു. അത് പരാജയപ്പെട്ടതിന് മറ്റൊരു കാരണം കൂടിയുണ്ട്. അക്കാലത്ത് സുപർണ ബോളിവുഡിൽ ഹിന്ദിയിൽ അഭിനയിച്ച കുറേ രതിചിത്രങ്ങൾ മലയാളത്തിൽ റിലീസ് ചെയ്തു. സുപർണയുടെ തുണ്ടുരംഗങ്ങൾ അതിൽ സമൃദ്ധമായി ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ ഗന്ധർവനിലെ സുവർണയുടെ കാമകേളികൾ കാണാൻ പ്രേക്ഷകർ താല്പര്യം കാട്ടിയില്ല.
എന്തായാലും വൈശാലിക്ക് ശേഷം സുവർണയും സഞ്ജയ് മിത്രയും വിവാഹിതരായി. ആ വിവാഹബന്ധം പിന്നീട് വേർപിരിയുകയും ചെയ്തു. ഇരുവരും ഇരുധ്രുവങ്ങളിലേക്ക് ആയി. സുവർണ പിന്നീട് ഒരു അഭിമുഖത്തിൽ പറഞ്ഞത് സഞ്ജയ് മിത്ര ഇപ്പോഴും തൻ്റെ നല്ല സുഹൃത്താണെന്നാണ്. സഞ്ജയ് മിത്ര പിന്നീട് ഒരു വടക്കൻ വീരഗാഥയിൽ നല്ലൊരു വേഷം ചെയ്തു. സ്മാർട്ട് സിറ്റിയിൽ, ബി ഉണ്ണികൃഷ്ണൻ്റെ സ്മാർട്ട് സിറ്റിയിൽ പ്രതിനായക വേഷത്തിൽ എത്തി. പക്ഷേ പൂനിലാമഴ, സുനിലിൻ്റെ പൂനിലാമഴ എന്ന ചിത്രത്തിൽ നായക വേഷത്തിലെത്തി. പക്ഷേ ഭാഗ്യം അയാളെ തുണച്ചില്ല. അയാൾ സിനിമയിൽ നിന്ന് ഔട്ടായി സുവർണയുമായി വേർപിരിഞ്ഞ മറ്റൊരു വിവാഹം കഴിച്ചു. ഇപ്പോൾ അയാളുടെ ലോകത്ത്. ഇനി ഒരു മടങ്ങി വരവ് സഞ്ജയ് മിത്രയ്ക്ക് അസാധ്യമാണ്, സുവർണയ്ക്കും അസാധ്യമാണ്. അവരുടെ ശരീരഘടന ആകെ മാറിപ്പോയിരിക്കുന്നു. അവർ അവരുടേതായ ലോകത്ത് വസിക്കുന്നു. സഞ്ജയ് മിത്രയുടെ ലോകത്തും. പക്ഷേ ഭരതനാണ് ഇരുവരും തമ്മിലുള്ള വിവാഹത്തിന് കാരണമായി മാറിയത്. ഭരതൻ കണ്ണടച്ചതുകൊണ്ടാണ് ഇരുവരും പ്രണയിനികളായി മാറിയത്. വൈശാലി നിർമ്മിച്ചത് അറ്റ്ലസ് രാമചന്ദ്രനാണ്. അതും കൂടി പറയണം. നല്ല സിനിമയെ സ്നേഹിച്ച അറ്റ്ലസ് രാമചന്ദ്രൻ എതിരാളികളുടെ ചതിയിൽപ്പെട്ട് ദുബായിൽ ജയിൽ കടന്ന അറ്റ്ലസ് രാമചന്ദ്രൻ, അദ്ദേഹം ഇപ്പോൾ ഇല്ല. ഒരുപാട് ചതികളിൽ അദ്ദേഹം പെട്ടു. ആ ചതികളിൽ നിന്ന് രക്ഷ നേടി തിരിച്ചു വന്നപ്പോൾ ദൈവം ആയുസ് അദ്ദേഹത്തിന് നൽകിയില്ല. അറ്റ്ലസ് രാമചന്ദ്രൻ നല്ല സിനിമയെ സ്നേഹിക്കുന്ന വ്യക്തിയായിരുന്നു. വലിയ ബഡ്ജറ്റിലാണ് വൈശാലി ഒരുക്കിയത്. അറ്റ്ലസ് രാമചന്ദ്രന് വിശ്വാസമായിരുന്നു എം ടിയെയും ഭരതനെയും. എം ടിയും ഭരതനും ഒരുമിച്ചാൽ പടം സൂപ്പർ ഹിറ്റാകും എന്നൊരു ആത്മവിശ്വാസം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. ഭരതനും എം ടിക്കും കനത്ത പ്രതിഫലമാണ് അറ്റ്ലസ് രാമചന്ദ്രൻ നൽകിയത് വൈശാലി. കനത്ത പ്രതിഫലം നൽകുക മാത്രമല്ല, ആ ചിത്രത്തിൻ്റെ ബഡ്ജറ്റ് വളരെ കൂടുതലായപ്പോൾ പോലും മറുത്തൊരു വാക്കും പറഞ്ഞില്ല അറ്റ്ലസ് രാമചന്ദ്രൻ. അങ്ങനെ ഒരു ക്ലാസിക് ചിത്രം മലയാളികൾക്ക് സമ്മാനിക്കുകയായിരുന്നു അദ്ദേഹം ഒന്നുമല്ലാതായി മരണപ്പെട്ടപ്പോൾ അനുശോചനം രേഖപ്പെടുത്താൻ മലയാള സിനിമയിലെ പ്രമുഖർ തയ്യാറായില്ല എന്നത് വിരോധാഭാസം. സിനിമ എപ്പോഴും അങ്ങനെയാണ്. വിജയിക്കുന്നതിൻ്റെ കൂടെ സിനിമ നിൽക്കും. അയാൾ പരാജയപ്പെട്ടു കഴിഞ്ഞാൽ സിനിമ അയാൾക്കൊപ്പം നിൽക്കില്ല. ഇതെന്നോട് പറഞ്ഞത് ജഗദീഷാണ്. അഭിമുഖത്തിൽ പ്രസിദ്ധീകരിക്കരുത് എന്നാവശ്യപ്പെട്ടുകൊണ്ട് ജഗദീഷ് പറഞ്ഞൊരു കഥയാണ്. വിജയിക്കുന്നവനോടൊപ്പമാണ് സിനിമ, പരാജയപ്പെട്ടവനോടൊപ്പം സിനിമ കാണില്ല. അതുകൊണ്ട് അറ്റ്ലസ് രാമചന്ദ്രനോടൊപ്പം സിനിമ നിന്നില്ല. സിനിമാ ലോകവും നിന്നില്ല, ബിസിനസ് ലോകവും നിന്നില്ല. സുവർണ ഇപ്പോൾ തൻ്റേതായ ലോകത്ത്, സഞ്ജയ് മിത്ര തൻ്റേതായ ലോകത്ത്.